ടീമേ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് നമ്മളപ്പോൾ ഉള്ളത് കേരളത്തിൽ 25 വർഷക്കാലമായി 6 കമ്പനികൾ നടത്തി വിജയിപ്പിച്ച വ്യക്തിയും കേരളത്തിൻ്റെ പുതിയ കമ്മീഷണറുമായ നിഷാദ് അബൂബക്കർ സാറാണ്. സാറേ നമസ്കാരം. നമസ്കാരം. നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകളെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, സിനിമയുടെ പേര്. ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്നൊരു ആശയം കൈനടക്കാൻ അറിഞ്ഞു. സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ എന്നെ അതിലേക്ക് ആകർഷിച്ചത് എന്ന് പറയുമ്പോൾ ഈ 1 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വില്ലയുടെ ഭാഗമാകാൻ പറ്റും. 1 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഭാഗമാകാൻ പറ്റുന്നത്? എനിക്ക് ഞങ്ങൾ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ചെയ്യുന്നൊരു പ്രൊജക്റ്റാണ് ഈ നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പ് എന്നൊരു ആശയം. ഇത് മൊത്തം 90 കോട്ടേജ് ആണ് ഈ പ്രൊജക്റ്റിൽ വരുന്നത്. 5 ഏക്കർ സ്ഥലത്താണ് ഈ പ്രൊജക്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കോട്ടേജിനും ഇപ്പോൾ ഞങ്ങൾ അറ്റ് പ്രസൻറ്റിൽ വാങ്ങിക്കുന്നൊരു എമൗണ്ട് 75 ലക്ഷം രൂപയാണ്. ഇപ്പോൾ ഇവിടെയുള്ള സാധാരണക്കാർ ഇത് വാങ്ങാൻ പറ്റും തോന്നുന്നു. അതെ. ഇപ്പം നിങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിൽ കുറച്ചും കൂടെ പോകുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. പക്ഷേ സാധാരണക്കാർക്ക് ഒരു പക്ഷേ ഇത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഞങ്ങളിത്. വേറൊരു സംശയം കൂടി ഉണ്ട്. ഇപ്പൊ 30 പേരാണെങ്കിലും 20 പേരാണെങ്കിലും 10 പേരാണെങ്കിൽ ഡിവൈഡ് ചെയ്ത് അങ്ങനെ കുഴപ്പമില്ല, അങ്ങനെ മേടിക്കാൻ പറ്റും. ഇപ്പൊ ഒരാൾ 10 ലക്ഷം ഇട്ടു, ഒരാൾ 20 ലക്ഷം ഇട്ടു, ഒരാൾ 1 ലക്ഷം ഇട്ടു. എങ്ങനെ ചെയ്താലും നമ്മളത് ഇത്രയും പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്ത് തരും. ബെനിഫിറ്റ് എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമുക്ക് ഇതിൽ നിന്നൊരു ഹൈ റിട്ടേൺ റെന്റ് കിട്ടും. കാരണം 20,000 രൂപയാണ് ഒരു പെർ ഡേന് റെന്റ് ഇപ്പോൾ ഈടാക്കുന്നത്. 20,000 രൂപ. അപ്പോൾ 20,000 രൂപ എന്ന് പറയുമ്പോൾ ഒരു മാസം തുടർച്ചയായിട്ട് വാടകയ്ക്ക് പോയാൽ നമുക്ക് അതിൽ നിന്ന് 6 ലക്ഷം രൂപ ഏറ്റവും. എത്ര ദിവസം പോകും ഒരു മാസം? ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു 15 ഡേയ്സ്. 15 ഡേയ്സ് പോയാൽ പോലും 3 ലക്ഷം രൂപ നമുക്ക് അതിൽ നിന്ന്. 10 ദിവസം പോയാലും 10 ദിവസം പോയാലാണെങ്കിൽ 2 ലക്ഷം രൂപ. ഓക്കെ. അതിപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി 30 ഡേയ്സ് പോകാനുള്ള അതിനുള്ള മാർക്കറ്റിംഗ് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി ഓരോ ലക്ഷം രൂപയുടെ ഒരു ഷെയർ 1 ലക്ഷം രൂപയാണ്. അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് ഷെയർ ആകുമ്പോൾ എല്ലാവരുടെ പേരിലും ഈക്വലായിട്ട് ആധാരം രജിസ്റ്റർ കയ്യിൽ കിട്ടി. എല്ലാവരും പേർക്ക് ഇത് പുതിയ ആശയം തന്നെയല്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും പേർക്കും നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് തരും. മിക്ക ആളുകൾ അറിയാത്തൊരു മെസ്സേജാണ്. പ്രോപ്പർട്ടി എത്ര ആളെ പേരിലും മേടിക്കാം നമുക്ക്. അതിൽ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇപ്പം 100 ആൾക്ക് മേടിക്കണം, നോ പ്രോബ്ലം. അതിനനുസരിച്ച് ഷെയറിൻ്റെ എമൗണ്ട് അതിലെഴുതും. നമ്മൾ ഇത്ര ഓഹരി ഇത്ര രൂപ വെച്ച് ഞാൻ കിട്ടിയ ഓഹരിയുടെ എമൗണ്ട് അതിൽ എഴുതിയാൽ മാത്രം മതി. അപ്പം നമ്മൾ 1 ലക്ഷം രൂപ മുടക്കിയാലും നമ്മൾ ആ പറഞ്ഞ പ്രോപ്പർട്ടിയുടെ ഓണറാണെന്ന് എനിക്കും പറയാം. തീർച്ചയായിട്ടും നിങ്ങൾ ഓണറാണെന്ന് നിങ്ങൾക്ക് പറയാം, നോണെന്നല്ല പറയണത്. അപ്പം എന്ത് ചെയ്യുന്നു വെച്ചാൽ കിട്ടുന്ന വാടക അത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കമ്പനി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരണം. അപ്പോൾ 1 ലക്ഷം രൂപയ്ക്കും ഒരു പ്രോപ്പർട്ടി ഒരു കോട്ടേജിന് ഉടമസ്ഥനാവും നമ്മളെ കൊണ്ട് പറ്റുന്നുള്ളതാണ്. പിന്നെ ഇത് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിലേ, ഞാനത് ഇതേക്കുറിച്ച് ഞാൻ വന്ന് കണ്ടായിരുന്നല്ലോ. ഞാനും എൻ്റെ സോഷ്യൽ മീഡിയയിൽ ബ്ലോഗ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഈ നിങ്ങളുടെ ആശയം എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഈ വാടക മാത്രമല്ല, അതിൽ ഇപ്പോൾ നിങ്ങൾ ഹെഡിങ് പറഞ്ഞല്ലേ ചന്ദന മരങ്ങൾ നമ്മൾ 5 സെന്റ് സ്ഥലത്തിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ ബെനിഫിറ്റുകൾ. നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി അതും കൂടി ഒന്ന്. അതായത് ഇപ്പം പറഞ്ഞല്ലോ എല്ലാ ദിവസവും വാടകയ്ക്ക് പോകുമെന്ന് ചോദിച്ചു. അപ്പൊ സാധാരണ ഒരു കോട്ടേജ് ആണെങ്കിൽ ഇത് എല്ലാ ദിവസവും പോവില്ല. അതേസമയം ചന്ദനത്തോപ്പുകൾ അപ്പൊ ഈ 5 ഏക്കറിൽ 90 കോട്ടേജ്. ഈ ഓരോ കോട്ടേജിലും 5 സെന്റിലാണ് ഈ കോട്ടേജ് സ്ഥിതി ചെയ്യണത്. ബാക്കിയുള്ള സ്ഥലത്ത് ഒരു 16 ചന്ദന മരങ്ങൾ ഞങ്ങൾ നടണം. ബാക്കിയുള്ള 5 സെന്റ് സ്ഥലത്തിൽ 5 സെന്റിൽ നമ്മുടെ കോമ്പൗണ്ടിൽ, നിങ്ങളുടെ കോമ്പൗണ്ടിൽ 5 സെന്റിൽ 570 സ്ക്വയർ ഫീറ്റാണ് കോട്ടേജ് വരുന്നത്. ബാക്കിയുള്ള സ്ഥലത്ത് 16 ചന്ദന മരങ്ങൾ പ്ലാൻ ചെയ്യണം. തൈകളാണ്. ഇതൊരു 10 to 15 ഇയർ കൊണ്ട് മെച്യൂരിറ്റി ആവും. ഒരു 15 വർഷമൊക്കെ 15 വർഷം ആകുമ്പോൾ ആ സമയത്ത് ഒറ്റ കണ്ടീഷനേ ഉള്ളത് ഗവൺമെന്റിൽ നിന്ന് നമ്മൾ മുറിക്കാൻ പാടില്ല. നിയമമാണ്. ഇത് അവര് വന്നിട്ട് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് മുറിക്കാൻ സമയമായി കഴിഞ്ഞാൽ നമ്മൾ ഫോറസ്റ്റ് വില അറിയിക്കുന്നു, ഫോറസ്റ്റ് തഹസിൽദാരിനെ അറിയിക്കും, അവരൊന്ന് മുറിച്ചുകൊണ്ട് പോകും. അപ്പൊ അവരൊന്ന് മുറിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പൊ ഒരു ചന്ദന മരത്തിന് കൊടുക്കുന്നൊരു എമൗണ്ട് 8 ലക്ഷം രൂപയാണ്. അപ്പൊ നമ്മളെ കോമ്പൗണ്ടിൽ ഈ കോട്ടേജിന് പുറമെ 16 മരങ്ങളുണ്ട്. 16 × 8 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ നിയറസ്റ്റ് 1,35,00,000 രൂപയോളം നമുക്ക് അതിൽ നിന്ന് എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടണം. പിന്നെ എനിക്ക് സംശയിച്ചിട്ടുണ്ടെങ്കിലേ, നമ്മൾ ഈ 16 ചന്ദനമരങ്ങൾ നമ്മുടെ കോമ്പൗണ്ട് വെച്ച് പിടിപ്പിക്കുന്നുണ്ടല്ലോ. അതെ. ഈ നമ്മൾ ഇത് കോട്ടേജ് മേടിച്ചിട്ട് നമ്മൾ നോക്കുന്നില്ല, നമ്മൾ കരിഞ്ഞു പോകില്ല. ഇത് അതിന് വേണ്ടിയിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള കൃഷിക്കാരുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ ഇതിനുവേണ്ടി വെക്കുന്നുണ്ട്. ഈ 5 ഏക്കറിൽ 15 പേരെ നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ 15 പേരെ അവരുടെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരങ്ങൾ പരിപാലിക്കുകയും ഈ മരങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ വീരപ്പന്
സെലിബ്രേറ്റ് ആയത് ചന്ദനമരങ്ങൾ മോഷ്ടിച്ച് വിറ്റിട്ടാണ്. അതെ. എന്തുകൊണ്ടായിരിക്കും വീരപ്പന് ഇവിടെ തേക്കോ പ്ലാവോ അല്ലെങ്കിൽ മറ്റുള്ള മരങ്ങൾ മോഷ്ടിക്കാതെ ചന്ദനം മോഷ്ടിക്കാൻ കാരണം? ചന്ദനത്തിന് മൂല്യം കൂടുതലാ, വില കൂടുതലല്ലേ? അപ്പൊ ഈ വില കൂടിയ മരങ്ങളാണ് നമ്മൾ പ്ലാന്റ് ചെയ്യണത്. അപ്പൊ എന്തായി, ഈ എന്തുകൊണ്ട് ചന്ദന മരത്തിന് ഇത്ര വില കൂടുതൽ കിട്ടുമെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഒരുപാട് ഔഷധ ഗുണമുള്ള സസ്യമാണ് ചന്ദനം. ഇത് മിക്ക ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ കോട്ടേജിൽ പ്രത്യേകത എന്താ, ഈ പറയുന്ന 5 ഏക്കറിൽ ഈ 16 എണ്ണം വെച്ച് ഒരു പ്രോപ്പർട്ടിയിൽ വരുമ്പോൾ 1460 ചന്ദന മരങ്ങൾ വരും. ശരിക്കും വേറൊരു ലോകം, ഞാൻ വിഷല് കാണണേണ്, വേറൊരു ലോകത്തേക്ക് പോണ പോലെ തോന്നുന്നു. തീർച്ചയായിട്ടും ഇത് 5 കൊല്ലം കഴിഞ്ഞ് ബ്യൂട്ടി വേറെ ലെവലാ. അപ്പൊ നമ്മൾ ഇതിന്റെ റെന്റ് ഇതിൽ നിർത്തില്ല കേട്ടോ, ഒരു ചിലപ്പോൾ 30,000 50,000 മാറ്റും. അല്ല, ഞാൻ ചോദിക്കുന്നത് വയനാട് തന്നെ തുടങ്ങാൻ കാരണം എന്താ ഇത്? അതിന് പ്രത്യേകിച്ച് കാരണമുണ്ട്. വയനാട് ഒരു ടൂറിസം ഏരിയ, അറിയാലോ, ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ചന്ദനമരത്തിൽ നിന്ന് ഈ പറഞ്ഞൊരു എമൗണ്ട് കിട്ടണമെങ്കിൽ ഇപ്പൊ ഗവൺമെന്റിന് 8 ലക്ഷം രൂപയാണ്. ഇത് ഓരോ 6 മന്ത് കൂടുമ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം ഇത് ഒരു 15 കൊല്ലത്തിനുള്ളിൽ ഒരു മരത്തിന് 25 ലക്ഷം രൂപ കിട്ടുന്ന പറയണം, 15 വർഷത്തിനുള്ളിൽ. അപ്പൊ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാനും നോക്കി പരിപാലിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് 10 to 15 ഇയർ കൊണ്ട് 5 കോടി രൂപ വരെ ഇതിന് മാത്രം കിട്ടും. കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് എൻ്റെ അമ്മച്ചിയും എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ച ആപത്ത് കാലത്ത് കാപത്ത് തിന്നാന്ന്. ശരിക്കും പറഞ്ഞാൽ ആ സംഭവം തന്നെയല്ലേ ഈ ചന്ദന മരത്തിൻ്റെയൊക്കെ സംഭവം? തീർച്ചയായിട്ടും ഇത് ടീച്ചർമാർ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കാരണന്മാരും പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഞാനിപ്പോൾ എൻ്റെ ശരിക്കും അതൊക്കെ പറഞ്ഞപ്പോൾ സാധാരണ തെങ്ങ് വെച്ചാലെന്ന് തുടങ്ങണ, തെങ്ങിനെക്കാട്ടും മൂല്യമുള്ളതാണ് ഈ പറഞ്ഞ ചന്ദനം. തീർച്ചയായിട്ടും. അതായത് സമ്പത്ത് കാലത്ത് തൈബത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ടീച്ചർമാർ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടില്ല. എന്താണെന്നറിയോ, ഈ തൈപത്ത് ഏതാന്ന് പറഞ്ഞു തന്നില്ല. ഞാൻ എന്റെ വീട്ടിലെ തൈയല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന തെങ്ങോ പ്ലാവോ അല്ലെ, അല്ല. ഈ തൈപത്ത് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇടയ്ക്ക് പറയണ കേൾക്കാം, നിന്റെ അച്ഛന് വല്ല പണം കായ്ക്കുന്ന മരം ഉണ്ടോടാന്ന് ചിലപ്പോ അമ്മ ചോദിച്ചു അല്ലേ. ഈ പണം മരത്തേന്ന് കുലിക്കിടാൻ. അതന്നെ. അപ്പൊ ഈ പണം കായ്ക്കുന്ന മരം എന്ന് വെച്ചാൽ ഇതാണ് പണം കായ്ക്കണ മരം. കാരണം കേരളത്തില് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വൃക്ഷമാണ് ചന്ദനം. അപ്പൊ അതുകൊണ്ട് ഇത് എന്തിനാണ് വയനാട് തുടങ്ങിയെന്ന് ചോദിച്ചല്ല. ഇതിന് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് ഉപ്പുകാറ്റ് കൊള്ളാൻ പാടില്ല, കടലക്കാറ്റ്. അപ്പൊ കൊച്ചിയിലും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് സമുദ്രനിരപ്പിൽ നിന്ന് 700 മീറ്റർ ഹൈറ്റുള്ള സ്ഥലത്താണ് ഇവൻ വളരുള്ളൂ, ഉപ്പുകാറ്റ് കൊള്ളാതിരിക്കണമെങ്കിൽ. അപ്പോൾ ഉപ്പുകാറ്റ് കൊള്ളാതിരിക്കാനും അതോടൊപ്പം തന്നെ ഇവന് നല്ല തണുപ്പും കിട്ടണം, നല്ല ചൂടും കിട്ടണം. അപ്പോൾ ഇത് 3 ജില്ലകളാണ് കേരളത്തിലുള്ളത് ഇതിന് പറ്റിയത്. 1 ഇടുക്കി, 2 പത്തനംതിട്ട, 3 വയനാട്. അപ്പോൾ ഇതിൽ ഇടുക്കിയും പത്തനംതിട്ടയ്ക്ക് ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇടുക്കിയും പത്തനംതിട്ടയും റെഡ് സോണിൽ കിടക്കുന്ന 2 ജില്ലകളാണ്. ഏത് സമയത്തും എന്തും സംഭവിക്കാം. അതേസമയം വയനാടും ഓൾ റെഡ് സോണാണ്, 20% ഏരിയ. നിങ്ങൾക്ക് അറിയാമെന്നറിയാം, വയനാട് 3 ചുരത്തുമ്പിലാണ് നിൽക്കുന്നത്. അത് മറ്റേ ഒന്ന് നമ്മുടെ താമരശ്ശേരി ചുരം, മറ്റൊന്ന് കുറ്റ്യാടി ചുരം, വേറൊന്ന് നാടുകാണി ചുരം. ഈ 3 ചുരം ഓൾറെഡി 20% ഏരിയ റെഡ് സോണാണ്. ബാക്കിയുള്ള 80% ഏരിയ ഗ്രീൻ സോണാണ്. മാത്രമല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് സോയിൽ, കറുത്ത മണ്ണ് കാണപ്പെടുന്ന സ്ഥലം വയനാടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചന്ദനമരം വളരാനുള്ള ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള കാലാവസ്ഥയാണ് വയനാട്. അതുകൊണ്ടാണ് ഇത് വയനാട് തുടങ്ങിയത്. അത് മാത്രമല്ല, ഇപ്പം ഞാൻ പോയി കണ്ടതാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ 5 സെൻറ്റ് സ്ഥലത്ത് ഒരു നല്ല കെ ഹൗസ്, അടിപൊളിയാണ്. അത് ഒരു ഹാളും ഒരു റൂമും അതിനോടൊപ്പം തന്നെ അടിപൊളി സ്വിമ്മിംഗ് പൂളും, പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ. ആരും ചെയ്തിട്ടില്ല. അത് ചെയ്തിട്ടില്ല. ഞാൻ കേരളത്തിലെ ഒട്ടുമിക്ക വില്ലാസിലും പോയിട്ടുണ്ട്. ഞാൻ എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് 90 കോട്ടേജും 90 പ്രൈവറ്റ് പൂളാണ്. 90 കാരണം ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും 2 ഉണ്ടാവുള്ളൂ. അതെ. മിക്ക ഹസ്ബൻഡ് വൈഫിനുണ്ട് പ്രൈവസി ആയിട്ട് അത് കുളിക്കാനോ. തീർച്ചയായിട്ടും. അല്ല, നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ഗുണം കിട്ടുന്ന ഒന്നാണ്. പക്ഷെ അതും കൂടെ നമ്മളിവിടെ പ്രാവർത്തികം ഡിസൈൻ ചെയ്ത് വെച്ചാൽ ഭയങ്കര ഭംഗിയത് കാണാനായിട്ട്. അതെ. അതല്ല, നമ്മളിപ്പോ ഇപ്പൊ അത്യാവശ്യം പൈസക്കാരൊക്കെ ഒറ്റക്ക് മേടിച്ചെന്ന് കൊടുത്താൽ നഷ്ടമില്ല. അത് നമ്മൾ താമസിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഗൾഫിലൊക്കെ പോയിട്ട് രണ്ടാമത് വന്നിട്ട് ഒന്ന് അല്ലേ, നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ പൈസ ഉള്ളവന് തീർച്ചയായിട്ടും നഷ്ടമില്ല അത് മേടിച്ചിടാനായിട്ട്. അത് മാത്രമല്ല കേട്ടോ, എനിക്കും വയനാട്ടിൽ ഒരു റിസോർട്ട് എടുത്ത് പറഞ്ഞൂടെ, 1 ലക്ഷം രൂപയ്ക്ക്. പിന്നെ വേറൊരു വലിയ ബെനിഫിറ്റ് പറഞ്ഞ് വാടക കൊടുക്കാം. ചില ആൾക്കാർക്ക് വാടക കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല, പ്രൈവറ്റ് ആയിട്ട് തന്നെ കൊണ്ടുനടക്കാനും പറ്റും. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും വാടകയ്ക്ക് കൊടുക്കാൻ തന്നെയാണ് ഇത് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ എൻ്റെ ബലമായ സംശയം, ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും, വയനാട് കേൾക്കുമ്പോൾ തന്നെ പ്രകൃതി ദുരന്തമാണ്. കഴിഞ്ഞ കൊല്ലം തന്നെ ചുരൽമല ദുരന്തം ഭയങ്കര ദുരന്തമായിരുന്നു.
അപ്പൊ ഈ പ്രകൃതി ദുരന്തങ്ങൾ ഇതിനെ ബാധിക്കുമോ? അങ്ങനെ സ്ഥലത്താണോ നിങ്ങൾ തുടങ്ങിയേക്കണത്? അല്ല, അതായത് നേരത്തെ പറഞ്ഞത് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ റിപ്പോർട്ട് 50 കൊല്ലം മുമ്പും 50 വർഷത്തിന് ശേഷം യാതൊരുവിധ പ്രകൃതിക്ഷോഭങ്ങളും റിപ്പോർട്ട് ചെയ്യാത്ത മേഖലയാണ് ഈ പറഞ്ഞ വയനാട് പുൽപ്പള്ളി. ഞാൻ പോയി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അടിപൊളി. അവിടെ വല്ല മലയുണ്ട്? മുകളൊന്നുമില്ലല്ലോ. മലയൊന്നുമില്ല, നമ്മളെ മുകളില്. അതെ അതെ. അത് മാത്രമല്ല ഈ പറഞ്ഞ ഈ അവിടുത്തെ ഇപ്പൊ എല്ലാവരും സംശയം ചോദിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ സംശയം മാറ്റുന്ന ആളായി മാറിയേക്കുന്നെങ്കിൽ ഈ രജിസ്ട്രേഷനല്ലേ മെയിനായിട്ട് നമ്മുടെ പേരിലേക്ക് ഭൂമി കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വയനാട് വില്ലേജ് ഓഫീസിലൊക്കെ പോയി അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഭൂമിനെ കുറിച്ച് അറിയാൻ പറ്റുമോ നമുക്കത്? തീർച്ചയായിട്ടും. ഞങ്ങൾ ആദ്യം എന്താ പറയുന്നത് അറിയോ? എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റിംഗ് എന്നാ പറയാം. അത് ആദ്യം അന്വേഷിക്കാം, എന്നിട്ട് ചെയ്യാൻ പാടും. കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഒരു കാരണവശാലും അത് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പൊ ഞങ്ങൾ ആദ്യം പറയണമെന്ന് വെച്ചാൽ, ഇപ്പൊ ബിനീഷ് ആദ്യം നമ്മൾ ഓഫീസിൽ നിന്ന് ഡിസ്കസ് ചെയ്തു. എന്നിട്ട് എന്താ പറഞ്ഞേ, അടുത്ത ദിവസം വയനാട് പോകും. അങ്ങനെ വയനാട് പോകുന്നു. വയനാട് കണ്ട് വന്ന് ബോധ്യപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, ബോധ്യപ്പെട്ടെങ്കിൽ ഇത് വാങ്ങിയാൽ മതി. എന്നിട്ടോ നിങ്ങൾക്ക് നേരെ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ ഓക്കെ എല്ലാം അന്വേഷിച്ചിട്ട് മാത്രം ഇത് ചെയ്താൽ മതി. ആദ്യം സാറ് ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ ഓഫീസിൽ വന്നപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തേ വയനാട് ഭയങ്കര ഉള്ളേരിയയിലായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ ജീപ്പിലൊക്കെ നമ്മൾ ഇങ്ങനെ വരല്ല, ജീപ്പ് മാത്രം കയറുന്ന സ്ഥലമായിരിക്കും, നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലം എന്നുള്ളത്. സാധാരണ ശരിക്കും വയനാട്ടിലെ ഏറ്റവും നല്ല കണ്ണായ സ്ഥലത്താണ് നിങ്ങൾ തുടങ്ങിയത്. അതെന്താ പ്രശ്നം അറിയാം? അതിന്റെ കാരണമുണ്ട്. ഇല്ല, അധികം ഇതില്ല, കയറ്റവും ഒന്നും ഇല്ല. അല്ല, അതങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് സാധാരണ ജനവാസ യോഗ്യമായ സ്ഥലത്തെ ചന്ദനം നടാൻ പാടുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തിപ്പുറത്തൊക്കെ വീടുകളുണ്ട്. ക്ലിയർ ചെയ്യാം. ഇത് സാധാരണ മലയിലോ കുന്നിലോ അല്ലെങ്കിൽ പ്ലാന്റേഷൻ ഭൂമിയിലോ ഇതൊന്നിലും നല്ല കറക്റ്റായിട്ടുള്ള നമ്മുടെ ലാൻഡിൽ മാത്രമേ, വീട് വെക്കാൻ പറ്റിയ ഭൂമിയിൽ മാത്രമേ ഇത് നടാൻ പാടുള്ളൂ. എങ്കിലേ ഗവൺമെൻറ് പൈസ തരുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാത്തിനും വഴിയുണ്ട്, 10 അടി വഴി ഇട്ടിട്ടുണ്ട്. എല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് ഇലക്ട്രിസിറ്റി, വാട്ടർ കണക്ഷൻ എല്ലാം വെച്ചുകൊണ്ട് തന്നെ കണ്ടല്ലോ എല്ലാം. ഞാൻ പിന്നെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ആർട്ടുമായിട്ടൊക്കെ എനിക്ക് ഭയങ്കര ചിന്താഗതിയുള്ള ആളാണ്. അപ്പം ഞാൻ ശരിക്കും ഇത് നമ്മളൊക്കെ പഠിക്കാൻ നേരത്ത് ചിലതൊക്കെ വരച്ചൊക്കെ നോക്കും. നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല ആ സ്ഥലത്തെക്കുറിച്ചും. ആ ഒരു നമ്മളൊരു വില്ലയൊക്കെ ചിലപ്പോൾ വരക്കാൻ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള വില്ല വരക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കെ ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്കൊന്ന് ആഫ്രിക്കയിലൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള സംഭവമുള്ളത്. പച്ചപ്പിൽ മാത്രമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചേക്കുന്ന ഒരു പ്രതീതിയാണ് ഞാൻ കണ്ടത്. ആ ഒരു ആശയം എവിടെ നിന്ന് കിട്ടിയതാ? ഇത് ആശയം കിട്ടിയെന്ന് വെച്ചാൽ ഇത് പുറത്തുനിന്ന് കിട്ടിയതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ജപ്പാനിൽ ഒക്കിനോവ എന്ന് പറഞ്ഞ ഗ്രാമമുണ്ട്. അപ്പം ഞങ്ങൾ ആശയം അങ്ങനെയാണ് തുടങ്ങിയതിട്ടാണ്. ഈ ഒക്കിനോവ എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ ആളുകളൊക്കെ 100 വയസ്സിന് മേലെ ജീവിക്കുന്നവരാണ്. അപ്പം ഞങ്ങൾ അന്വേഷിച്ച് പറയുകയും ചെയ്തതിൽ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇവരെല്ലാവരും ഉച്ചയ്ക്ക് വീട്ടിൽ തന്നെ ഇത് ജോലി ചെയ്തിട്ട് വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് കൂടും. എന്നിട്ട് ആട്ടും പാട്ടും ബഹളൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് യാതൊരു ടെൻഷനുള്ള ഒന്നുമില്ല. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടണം. ഇതേപോലെ തന്നെ ഈ ഒരു 90 കോട്ടേജൊക്കെ ഉദ്ദേശിക്കുന്നത് ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ആക്കി മാറ്റാം. അപ്പോൾ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഓൾറെഡി ഇപ്പം തന്നെ കേരളത്തിലത്തെ ആളുകളുടെ ലൈഫ് സ്പാൻ തന്നെ ഇപ്പം തന്നെ 95 വയസ്സിലേക്ക് എത്താൻ പോവാം. ഇപ്പം 86ലാണ് നിൽക്കണം. ഒരു മനുഷ്യൻ്റെ ശരാശരി ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ 86ലേക്ക് എത്തിയിട്ടുണ്ട് കേരളം. ഇത് 86 ഒക്കെ വരെ പോയ ഭാഗ്യം അല്ല, ഇപ്പോഴത്തെ കണക്കുണ്ട്, ആവറേജ് ആണ്. എല്ലാവരും 86 വയസ്സിൽ ജീവിച്ചിരിക്കുന്നു അല്ലട്ടോ പറയുന്നത്, ആവറേജ് കണക്ക്. കാരണം ഇപ്പോൾ ശിശുമരണ നിരക്ക് വളരെ കുറഞ്ഞു. വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ വന്നപ്പോൾ ഡെത്ത് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ 2030 കൂടി ഒരു ശരാശരി മനുഷ്യൻ ഇവിടെ 95 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു പറയുന്നുണ്ട്. ഒരു പരിധിവരെ ഈ ഒരു പ്രൊജക്ട് അതിനൊക്കെ ഉപകരിക്കും. ശരിക്കും നിങ്ങൾ അന്തരീക്ഷം നല്ലൊരു അല്ലേ, നല്ല ശ്വസിക്കുന്ന വായു എല്ലാം കൂടി വരാൻ നേരത്ത് ആയുസ് കൂടുമെന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഡൽഹിയിൽ 10 കൊല്ലം എത്തിയ വാഹനങ്ങൾ നിരോധിച്ചു തുടങ്ങി. എന്തുകൊണ്ട് കേരളത്തിൽ ചെയ്തിട്ടില്ല? ഡൽഹിയിൽ അത്ര പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അറിയോ, കൃഷിയെ നമ്മൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പം അതോടൊപ്പം തന്നെ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കുകയാണ്. ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കണം? എന്താ, നമുക്ക് ശുദ്ധവായുവിനുള്ള വഴി തുറന്നു വെക്കല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രൊജക്റ്റ് അത്രയും ജനഹൃദയങ്ങളിലേക്ക് ഇടം പിടിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. എനിക്ക് തോന്നുന്നത് ഈ വിദേശികൾ ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ആകർഷിക്കും. അതെ അതെ. കാരണം വെച്ചാൽ വിദേശികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഇങ്ങനെയുള്ള ഇപ്പോൾ മെയിനായിട്ട് വയനാട്. പിന്നെ ഇങ്ങനെയുള്ള ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ആയുർവേദ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തി. അതെ അതെ, അരോമ തെറാപ്പി. അപ്പോൾ കൂടുതലും ഇത് ചെയ്യാൻ വേണ്ടി വരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ വരുന്നത്. അതെ. അപ്പോൾ ഇങ്ങനെ ഒരു അന്തരീക്ഷം കൂടി ആവാൻ നേരത്തെ അവർക്ക് ഹാപ്പി ആയിരിക്കും. പറയാനുണ്ടോ? അപ്പൊ നമുക്കറിയാലോ,
ഇപ്പോൾ ഇവിടൊക്കെ സംഭവിച്ച 60 വയസ്സ് കഴിഞ്ഞാൽ ഇവർക്ക് വേറെ ചിന്തൊന്നുമില്ല നമ്മുടെ കാരണന്മാർക്ക്. അതേസമയം വിദേശങ്ങളിലൊക്കെയാണ് 60 വയസ്സ് കഴിഞ്ഞാലാണ് ഇവർ ഉള്ളതെല്ലാം വിറ്റ് പറക്കിയിട്ട് പിള്ളേരൊക്കെ കുത്തിയാട്ടും, നമ്മുടെ പക്ഷികളെ മൃഗങ്ങളെ പോലെ തന്നെ. എന്നിട്ട് ഇവർ വലിയൊരു എമൗണ്ട് ആയിട്ട് വൈഫും ഹസ്ബൻഡും കൂടെ ലോകം ചുറ്റി സഞ്ചരിക്കാൻ ഇറങ്ങണം. ആ സമയത്ത് റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നോക്കിയാൽ കൂടുതൽ ഇപ്പോൾ കോവളത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കാണാം ഇംഗ്ലീഷ് മറ്റേ ഫോറിനേഴ്സിനെ കാണാം. ഇവരവിടെ വരുന്നത് കൂടുതലായിട്ടും വിറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതെ. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഒരു ശുദ്ധവായു പണ്ട് കൊറോണ സമയത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചില്ലേ? എന്തുകൊണ്ടാണ്? ഓക്സിജൻ കിട്ടാണ്ട അല്ലേ? ആ ഓക്സിജൻ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം അത്തരത്തിലുള്ള ഒരു അത്ഭുത ഔഷധ സസ്യമാണ് ചന്ദനം. അപ്പം അതിൽ താമസിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് വേറെ. അതിൻ്റെ ഓണറാവെന്ന് പറയുമ്പോഴോ അത് 1 ലക്ഷം രൂപയ്ക്ക്. 1 ലക്ഷം രൂപ. ഈ 1 ലക്ഷം രൂപ ഫിക്സഡ് ഒന്നും അല്ല കേട്ടോ. 2 ആവാം 10 ആവാം 20 ഒറ്റ ഒരു ഡെഡിക്കേഷൻ തന്നെടുക്കുന്നവരും ഇതിലുണ്ട് കേട്ടോ. അല്ല, നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡി നടത്തിയിട്ടാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചേക്കുന്നത്. അതെ അതെ അതെ. അപ്പം നിങ്ങൾ ഇത് അവതരിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു ഇതുണ്ടാക്കിയിട്ടുണ്ട്, 3D വിഷ്വൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും. ഒരു 3 മിനിറ്റ് താഴെയുള്ള ഒരു സംഭവം 3D ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞുള്ള സംഭവം, ഇത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറയുന്ന സംഭവം. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരെണ്ണം മേടിക്കാൻ തോന്നും. പക്ഷേ പ്ലസ് എന്ന് അറിയോ, ഇതിന് ഈ 3Dയേക്കാളും ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇത് ഔട്ട്പുട്ട് വരാൻ. അതിനേക്കാളും ഭംഗിയിൽ, കാരണം അത്രയും മനോഹരമായിട്ട്. ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയാനും എൻക്വയറി ചെയ്യാനും മേടിക്കാനൊക്കെ താല്പര്യപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ഞാനൊരു സംഭവം അവതരിപ്പിക്കണമെങ്കിൽ അത് പോയി കണ്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞാൻ എൻ്റെ വീഡിയോയും സാറിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ഇട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് പഠിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇതും ഇൻ്റർവ്യൂ ചെയ്യുന്നതും ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ ആയിട്ടുള്ള ഒരു ആൾക്കാരെ പറ്റിക്കാത്ത, ആൾക്കാർക്ക് നേടാൻ പറ്റിയ ഒരു ബിസിനസ്സും കൂടിയാണ് നമ്മളെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞ സാറും നിങ്ങളുടെ ടീമും മുന്നിലേക്ക് വെച്ചു. അതെ അതെ. ഇതിൽ ഞങ്ങൾ മറ്റൊരു പ്ലസ് പോയിന്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് പുതിയ ആശയമാണ്. ഇത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇത് പബ്ലിസിറ്റി വേണം, ആളുകൾ അറിയണം. അപ്പം അതിന് ഞങ്ങൾ ഉദ്ദേശിച്ചത് വെച്ചാൽ ആദ്യത്തെ പ്രൊജക്ട് ഉദ്ഘാടനം ഓഗസ്റ്റ് 17-ാം തീയതിയാണ്. അത് ഭയങ്കര, ഞാനത് പറയാൻ വേണ്ടി ഇങ്ങനെയായിരുന്നു. ഒരു സ്ഥലത്തും ചെയ്യാത്ത ഹോട്ടൽസൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ വില്ലാസും പല മാസങ്ങളിലും പല ചിലപ്പോൾ അടുത്ത വർഷങ്ങളിലേക്കൊക്കെ ചിലത് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം 6 നിലവിൽ ഈ പണി നടക്കുന്നത്. 60% പണികൾ തീർത്ത് ഈ ഓഗസ്റ്റ് മാസം അതിൻ്റെ ഒരു ഉദ്ഘാടനമുണ്ട്. അതൊരു നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന സെലിബ്രിറ്റിനെ കൊണ്ട് ഏൽപ്പിക്കുന്നത്. അതായത് ഈ 90 കോട്ടേജ് ഉദ്ഘാടനം ചെയ്യുന്നത് 90 ഫിലിം സ്റ്റാറാണ്, നിങ്ങളെപ്പോലത്തെ സെലിബ്രിറ്റീസ് ആണ്. അപ്പൊ എന്താ ഗുണമെന്നറിയോ, നിങ്ങൾ ഈ 90 പേരും പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരുപാട് പേര് ഇതിൽ അറിയപ്പെടുകയാണ് അല്ലേ? അപ്പൊ ഇത് ആദ്യമായിട്ട് ഇത്രയും 90 റിസോർട്ട് പല ദിവസങ്ങളായിട്ട് ഉദ്ഘാടനം ചെയ്യാന്ന് വെച്ചാൽ, അപ്പൊ ഇത് ഞങ്ങളൊരു വലിയൊരു ഇവന്റാക്കി മാറ്റണം. കേരളത്തിലൊരു ട്രെൻഡ് ഉണ്ടാക്കി മാറ്റാന്നുള്ളതാണ്. റിസോർട്ടിൽ ആദ്യമായി ട്രെൻഡ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രൊജക്റ്റായിട്ട് ഇത് മാറും. ഏകദേശം ഇപ്പം നിങ്ങൾ റിസൾട്ട് സ്റ്റഡി നടത്തിയെന്ന് പറയുന്നുണ്ട്. അതെ. ഈ 90 എത്താൻ നേരം എത്ര വർഷം പിടിക്കും ഇത്? ഇപ്പം നമ്മൾ 25 ഡിസംബർ 31 ന്യൂ ഇയർ ആയിട്ട് നിങ്ങൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകണം. 25 അതെല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് ലോഞ്ച് ചെയ്യുന്നു. ഒരു ന്യൂ ഇയർ സെലിബ്രേഷനോട് കൂടെ തന്നെ. അന്ന് ചിലപ്പോൾ ഞങ്ങളുടെ വിശിഷ്ടാതിഥി ചിലപ്പോൾ താങ്കളായിരിക്കും. നിങ്ങളുടെ ഉള്ള ആളല്ലേ? ഓക്കെ, അല്ല നമ്മൾ ഒന്നിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് അത് 90 നെക്സ്റ്റ് 2026 ഡിസംബറിനുള്ളിൽ ഇത് കംപ്ലീറ്റ് പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്യും. എനിക്ക് തോന്നണേ ശരിക്കും നമ്മൾ മലയാളികളല്ലാതെ വിദേശത്ത് നിന്ന് ചിലപ്പോൾ മൊത്തമായിട്ട് എടുക്കാൻ ആൾക്കാർ വന്ന് നിങ്ങൾ കൊടുക്കുമോ? ഇതിപ്പോൾ 2 കമ്പനി നമ്മൾ സമീപിച്ചിട്ടുണ്ട്. ഒന്ന് സ്പെയിനിൽ നിന്നുള്ളൊരു കമ്പനിയാണ്. അവർക്ക് മൊത്തത്തിൽ 5 കൊല്ലത്തേക്ക് ഈ 90 ലീസിന് വേണമെന്ന് പറഞ്ഞു. അവര് ചോദിച്ചേക്കണ ഇതൊന്നുമല്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ സ്പെയിനിൽ നിന്നുള്ള കമ്പനി വന്നിട്ടുണ്ട്. അവർ പറഞ്ഞേക്കുന്നത് 6 ലക്ഷം ഒന്നും അല്ല കേട്ടോ, വലിയ എമൗണ്ട് റെന്റ് പറഞ്ഞേക്കണം. കാരണം അവർക്ക് ഇതിന്റെ വാല്യൂ മനസ്സിലായി. ഇത് കൂടാതെ ഇവിടെയുള്ള ഒരു വലിയ റിസോർട്ടുകൾ മാത്രം റൺ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട്, അവരും വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളൊരു ഫൈനൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ രാജ്യക്കാർക്കും കൊടുക്കുന്നില്ലേ? അതല്ല, അത് ലീസിനല്ലേ. അപ്പൊ നിങ്ങൾ വാങ്ങിയ പ്രോപ്പർട്ടി നിങ്ങൾ ഷെയർ ഉണ്ട്, നിങ്ങൾക്ക് ഇത് റവന്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലുലുവിന്റെ അകത്ത് മാരിയറ്റ് ഹോട്ടലുണ്ട്. ബിൽഡിങ്ങിലും യൂസഫ് അലിഖാൻ്റെതാണ്, ലുലുവിൻ്റെതാണ്, നടത്തുന്നത് മാരിയറ്റാ. അപ്പൊ ആരും നടത്തുന്നുള്ളതല്ല, ചിലപ്പോൾ ഒരു മാരിയറ്റ് എടുക്കാതെ ഒരു എക്സാമ്പിൾ പറയണ്ടോ. പക്ഷെ അവർ ആരെടുത്താലും നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള റെന്റ് കിട്ടണേ, 5 കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട. അപ്പൊ ഇങ്ങോട്ട് പറയണത് നമ്മൾ മാത്രം ജോലി ചെയ്താൽ പോരാ,
നമ്മൾ ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പണത്തെ കൂടി പണിക്ക് വിടണം. അപ്പോൾ എന്താ, അവരവിടെ കിടന്ന് വളരും. അപ്പം നമ്മൾ 1 ലക്ഷം രൂപ 10 കൊല്ലം കൊണ്ട് എത്ര ലക്ഷങ്ങൾ രൂപയായിട്ട് മാറി, എത്ര കോടിക്കണക്കിന് രൂപയായിട്ട് മാറണം. ഇത്തരത്തിൽ സാധാരണ നമ്മുടെ മനുഷ്യന്മാർ ചിന്തിക്കാറില്ല. അപ്പോൾ അതിൽ പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന പൈസ എപ്പോഴും നമുക്ക് ബിനീഷ്മായി ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ നമ്മൾ എക്സ്പേർട്ടാണ്, ചിലവാക്കാനായിട്ട് അല്ലേ. പൈസ ഉണ്ടാക്കാനും അറിയാം, ഇങ്ങനെ പറയാം മേക്ക് മണി, സ്പെൻഡ് മണി, ഈ 2 കാര്യം നമുക്കറിയാം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ 2 കാര്യങ്ങളുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന പൈസ സേവ് ചെയ്യാൻ അറിയില്ല, നമ്മൾ ഉണ്ടാക്കുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ. കാരണം എന്നും നമുക്ക് ഇതേപോലെ ആരോഗ്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആരോഗ്യമില്ലാത്ത സമയത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം, ഇതേപോലുള്ള അസറ്റ് നമുക്ക് വേണം. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വാടക, ഇപ്പം ഞങ്ങളുടെ കൺസ്ട്രക്ടർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 100 വർഷമാണ് ഇതിൻ്റെ ഗ്യാരണ്ടി പറയണത്. ഞങ്ങൾ കമ്പനി 15 പറയുന്നുള്ളൂ, പക്ഷേ ഇവർ 100 കൊല്ലമാണ് ഇത്ര ഗ്യാരണ്ടി തന്നേക്കണം. അത്രയും വലിയ ടെക്നോളജിയോട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ ഗുണം, നമുക്കൊരു ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ പോലും നമ്മളില്ലെങ്കിലും നമ്മുടെ തലമുറയ്ക്ക് പോലും അതിൽ നിന്ന് വരുമാനം കിട്ടാവുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റാണിത്. അടിപൊളി. അപ്പോൾ അത്ര കണ്ടുള്ള ഒരു വലിയ പ്രൊജക്റ്റ് നിങ്ങളെപ്പോലുള്ള സെലിബ്രിറ്റീസ് ഇത് അറിയിക്കാം. കാരണം എന്ത് നല്ലത് വന്നാലും നമ്മൾ പ്രചരിപ്പിക്കണം അല്ലേ. അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിച്ചിട്ടുള്ള. ഒരുപാട് പേർക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അതെ അതെ, ദോഷമായിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. മലയാളികളെ മാത്രമല്ല, ഒരു മനുഷ്യൻ ഒരു സംഭവം, ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ ഏറ്റവും സെറ്റ് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് മാത്രമേ മേടിക്കുള്ളൂ. അതെ അതെ. പക്ഷെ കേരളത്തിൽ നിന്ന് തുടങ്ങിയിട്ടൊന്ന് വിജയിപ്പിക്കാന്ന് വെച്ചാൽ അത് നിസ്സാരമല്ല. അപ്പം നിങ്ങളെപ്പോലുള്ള ആളുകളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ. ഏതായാലും ഒരുപാട് പേര് ഇപ്പോൾ ഇത് കണ്ടിട്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് വീഡിയോയിൽ ഇത്ര വിശദമായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇല്ല ഇല്ല ഇല്ല, ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ഇട്ട ജസ്റ്റ് ഇതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുണ്ടായുള്ളൂ. അതെ. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി. ഇനി ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ടല്ലോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ വിളിച്ചോളൂ തീർച്ചയായിട്ടും. അപ്പോൾ ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും, ഇനി നിങ്ങളെ മാത്രമല്ല ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, ഞാൻ ജെന്യൂനായി അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാനൊരു ഭാഗമായത്. അടിപൊളി. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനിയും വലിയ വലിയ സംരംഭങ്ങൾ ഭാവിയിലുണ്ടാകട്ടെ. താങ്ക് യു.